വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനായി തന്റെ ഒരേക്കർ ഭൂമി സൗജന്യമായി വിട്ടു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി ഷിബു ഒരിക്കൊമ്പിൽ. ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ തന്റെ ഒരേക്കർ പുരയിടം വയനാട് ദുരന്തത്തിൽ ജീവനൊഴികെ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് തുണയാകട്ടെ എന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ജീവിതത്തിൽ പണമല്ല വലുത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ നിസ്സഹായമായ മുഖം കണ്ടപ്പോൾ, പ്രകൃതി സംഹാര താണ്ഡവമാടിയ ഭൂമി കണ്ടപ്പോൾ ഈ സ്വത്തൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് തോന്നിപ്പോയതായി ഷിബു ഒരിക്കൊമ്പിൽ പറയുന്നു. മനസ്സ് സ്ട്രൈക്ക് ചെയ്തത് പണമല്ല വലുത്. ലൈഫിൽ വയനാട് ദുരന്തം കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലരെ വിളിച്ച് സംസാരിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല, തൽക്കാലം അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്, ആ ഒരു സാഹചര്യമല്ല ഇവിടുത്തെ എന്ന് എന്നോട് പലരും പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ടി വിയെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹമായിട്ട് തോന്നി. ആ വാരി എടുത്തുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെയും അവിടുത്തെ ഒരു അവസ്ഥയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇതൊക്കെ എന്തിനാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, ഇതിൻ്റെ കുറച്ചെങ്കിലും ആരെങ്കിലും ഇത് അനുഭവിക്കട്ടെ എന്നെനിക്കൊരു തോന്നലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് 10 വർഷം മുമ്പാണ് ഇദ്ദേഹം ഒരേക്കർ ഭൂമി വാങ്ങിയത്. 3 വർഷം പ്രായമുള്ള റബ്ബർ തൈകളും ഒരേക്കറിലുണ്ട്. കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഭൂമിയാണ്. തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും പൂർണ്ണ സമ്മതം. നിരവധി സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഒരേക്കർ ഭൂമിയിൽ പുനരധിവാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ സേവാഭാരതി വന്നിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസ്, അങ്ങനെ പല സംഘടനകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിളിക്കുകയും സംസാരിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ ഒരു വ്യവസ്ഥ ഇതേ ഉള്ളൂ, അത് ചെയ്യുന്നത് കൃത്യമായിരിക്കണം. വീട് വെക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഞാനത് എഴുതി തരാൻ തയ്യാറാണ്, അതിന് ഒരു കുഴപ്പമില്ല. പൂർണ്ണ മനസ്സാണ്, കുടുംബത്തിന് മനസ്സാണ്. പ്രോപ്പർട്ടികളൊക്കെ ആവശ്യത്തിന് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. ഏത് നിമിഷവും എന്തും ഒരു മനുഷ്യന് സംഭവിക്കാനുള്ളതല്ല. അതിപ്പം അത് വലിയ ദുഃഖകരമായ ഒരു കാഴ്ചയായി. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർ ഒറ്റയ്ക്കല്ല. അവരെ ഒറ്റപ്പെടുത്താൻ ഒരു മലയാളിയും അനുവദിക്കില്ല. ഇതുപോലെ നല്ല മനസ്സുള്ള മലയാളികൾ അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഷിബു ഓരിക്കൊമ്പിൽ എന്ന ഇദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിനായി ഒരേക്കർ ഭൂമിയാണ് ഇദ്ദേഹം നൽകാൻ സന്നദ്ധനായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.